lovelies, welcome back to my channel. എൻ്റെ പേര് അബിന. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് കണ്ട് ഞെട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് എൻ്റെ പണ്ടത്തെ കോലവും ഇപ്പോഴത്തെ കോലവും കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കോലത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്രാം ക്ലാസ് എന്നാ? ഒരു 8ാം ക്ലാസ് തുടങ്ങിയാലോ? പോരെ, 8ാം ക്ലാസ്സിലുള്ള കോലത്ത് തുടങ്ങാം. സോ 8ാം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്, ഞാൻ ചെറുപ്പത്തിലെ മെലിഞ്ഞ ബേബിയായിരുന്നു, കുഞ്ഞി ബേബി. അപ്പോൾ മെലിഞ്ഞിട്ടുള്ളൊരു കുട്ടി വലുതായിട്ടും വലിയ തടിയൊന്നും വെക്കില്ല എന്ന് നമുക്ക് തോന്നി. പക്ഷേ എന്താണ്, ഡോക്ടേഴ്സിൻ്റെ അടുക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ എത്ര മെലിഞ്ഞിട്ടാണ്, അമ്മയാണ് മൊത്തം ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കളിയാക്കാറൊക്കെ ഉണ്ട്. അമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മ കുറച്ച് ചബ്ബിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ 8ാം ക്ലാസ് വരെ മെലിഞ്ഞ് നല്ല എന്താണ്, ഞാൻ പണ്ട് ഉപയോഗിച്ച എൻ്റെ സ്കൂളിലെ സ്കേർട്ടൊക്കെ ഞാൻ 4 കൊല്ലമൊക്കെ ഉപയോഗിക്കും. ബിക്കോസ് വലുതാവണ്ടേ, വലുതായാലല്ലേ ഒന്ന് മാറ്റേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഹൈറ്റ് വെക്കുന്നുണ്ട് എന്നല്ലാണ്ട് വെയിറ്റ് കൂടുന്നൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വെയിറ്റ് ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ തിന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളാണ് ഏറ്റവും കൂടുതൽ തിന്നുന്ന ടീംസ്. തിന്ന് നല്ല അടിപൊളിയായിട്ട് തിന്നും. എന്താ പറയുക, 5 ദോശ വരെയൊക്കെ കഴിക്കും. നെയ്റോസ്റ്റ് മാരത്തെ വലിയ വലിയ ദോശകൾ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത്രയൊക്കെ കഴിക്കും ഞാൻ. അങ്ങനെ വലുതായി ഞാനൊരു 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ്സിലായതിനു ശേഷം ഐ തിങ്ക് ഒരു 39 അങ്ങനത്തെ ഒരു വെയിറ്റിലായിരുന്നു ഞാൻ ഉണ്ടായത്. 39ഒക്കെ സില്ലി അല്ലേ, ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോയത്, അതിനുശേഷം ഞാൻ കുറച്ച് എന്താണ്, എൻ്റെ കളർ കുറച്ച് ഫെയ്ഡായിപ്പോയി. ബിക്കോസ് ഞാൻ പുറത്ത് ബ്രേക്ക് ടൈമിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഫുൾ വെയിലത്ത്, ദുബായിലെ വെയിലത്ത് ഞാനങ്ങ് കറുത്ത് പോയി. അങ്ങനെ ആയിട്ട് അമ്മ പറഞ്ഞ് എന്തൊക്കെയോ മുഖത്തേക്കാൻ പറഞ്ഞു. അതൊന്നും ശരിയായില്ല. ബിക്കോസ് ഞാൻ അടുത്ത ദിവസം ആദ്യം പുറത്തേക്ക് പോകും, അപ്പോൾ ടാൻ ആവും ആദ്യം. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ആദ്യം അതേ അവസ്ഥ. അങ്ങനെ ഫൈനലി നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുന്നേ ഒരു 8ാം ക്ലാസ്സിലൊക്കെ എനിക്ക് ഫേസിൽ കുറച്ച് ചബ്ബിയായിട്ടുള്ള ഫാറ്റ് ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് എൻ്റെ ബോഡിയിൽ അങ്ങനത്തെ ഒന്നും ഒരു ഫാറ്റും ഉണ്ടായിരുന്നില്ല. ഫേസ് കുറച്ച് ഉണ്ടമാതിരിയായിരുന്നു. പക്ഷെ അത് മേ ബി ആ ഒരു ഹോർമോൺ ചേഞ്ച് അതിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കും. അതിനുശേഷം 10th കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഫുൾ ഓൺ ബാസ്കറ്റ് ബോൾ, ഹാൻഡ് ബോൾ, എന്തൊക്കെ ബോൾ ഉണ്ടോ എല്ലാ ബോൾ കളിക്കാനും, പിന്നെ ഓട്ടം ചാടാൻ അറിയില്ല എന്നാലും ചാടാൻ പോവും. അതിനൊക്കെ പോയി ഫുൾ സ്റ്റാറായി തിളങ്ങി നടക്കുമായിരുന്നു. അന്നേരം എൻ്റെ വെയിറ്റ് മോസ്റ്റ്ലി 40 to 45 റേഞ്ചിലുണ്ടായിരുന്നു. 40 to 45 റേഞ്ചിൽ നിങ്ങൾക്കറിയാമല്ലോ എത്ര മെലിഞ്ഞിട്ടറിയാം. എൻ്റെ കയ്യിലൊരു ഇത്രപ്പൂരം ഉണ്ടാവും. എല്ലാവരും അന്നേരം കൊള്ളി കഷ്ണം, തീപ്പെട്ടി കൊള്ളി, എന്തൊരു മെലിഞ്ഞിട്ടായ കുറേ പേരുകൾ. പിന്നെ ഇടയ്ക്ക് വെച്ച് ആരും എന്നെ എൻഡോസൾഫാൻ പിടിച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടത്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല, എന്താണെന്നറിയില്ല. ആ സമയത്ത് ഫുൾ പഠിക്കലൊന്നും ഇല്ലെങ്കിലും ഉഴപ്പി നടക്കലാണെങ്കിലും ഇതൊന്നും കെയർ ചെയ്യലില്ല. ഫുൾ കളി, തമാശ, ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയിരുന്നു. പഠിത്തം കുറച്ച് ബാക്കോട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അമ്മ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം 12ാം ക്ലാസ് വരെ എത്ര നല്ല കുട്ടിയായിരുന്നു ഞാൻ പഠിക്കാമെന്ന്. അങ്ങനെ ആയിട്ട് എന്താണ് നടന്നത്, എന്നിട്ട് പിന്നെ ഞാൻ കോളേജിലേക്ക് പോയതിന് ശേഷം കോളേജിൽ പോയിട്ടാണ് കുറച്ചും കൂടെ ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറയുന്നൊരു സംഭവം ആവാൻ തുടങ്ങി. മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ മോയ്സ്ചറൈസറൊക്കെ തേക്കുന്ന എന്തോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്കിന്നിങ്ങനെ ഗ്ലോ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾക്ക് മോയ്സ്ചറൈസർ എന്നുള്ള മാതിരിയാണ്. അപ്പോൾ പിന്നെ ചെറുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആകെ എൻ്റെ 12th ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെയൊക്കെ ഞാൻ ആകെ യൂസ് ചെയ്തത് എൻ്റെ വണ്ടി, ഓട്ടോ പോവോ, നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ വരെ ആകെ യൂസ് ചെയ്തത് ഫേസ് വാഷാണ്. നോ മോയ്സ്ചറൈസർ, നോ സൺസ്ക്രീൻ, നോ ടോണർ, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല.
പിന്നെ ഞാൻ എന്താണ് യൂട്യൂബിൽ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ് അതൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എൻ്റെ ഫ്രണ്ട് കിട്ടു പറയാറുണ്ട് എൻ്റെ ഇവിടെ ഫുൾ ഹോൾ എന്താ ഓട്ടം മാതിരി ആയിട്ടുണ്ട്, കുരു വന്നിട്ട്. പിന്നെ അന്നേരം ഭയങ്കര പിമ്പിൾസ് ഒക്കെ വരുന്നൊരു സമയമാണ്. പിമ്പിൾസ് വന്നിട്ട് എല്ലാവരും പറയും അത് പസ് കളയണം. എന്നിട്ട് പൊട്ടത്തി ഞാനെല്ലാം പൊട്ടിച്ചവിടിൽ കുഴിയായി പോയി. ആരും ആ ഭാഗത്തേക്ക് പോകണ്ട, പസ്സൊക്കെ സാവധാനം പോയിക്കോളും, അതിന് വേണ്ട സമയത്ത് അത് ഉണങ്ങി പോയിക്കോളും, അതിൻ്റെ ഭാഗത്തേക്ക് പോകണ്ട. അങ്ങനെ കുറച്ച് എനിക്ക് കുഴികൾ മാതിരിയായി. പക്ഷെ ഇപ്പം നിങ്ങൾ കാണുന്നതിലും കൂടുതൽ ഡെപ്തിലായിരുന്നു അന്നേരം കുഴികൾ. എന്നിട്ട് പിന്നെ 3rd ഇയർ ആയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും വാങ്ങി. ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ആമസോൺ ആണോ ഫ്ലിപ്കാർട്ടാണോ എന്ന് അത്ര പിടുത്തില്ല. എന്തായാലും ബയോട്ടീക്കിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. ബയോട്ടീക്കിൻ്റെ വാങ്ങിയിട്ട് കുക്കുംബർ ടോണർ എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ബയോട്ടീക്കിൻ്റെ എന്തോ ഒരു വെള്ള കളർ വാട്ടർ ലില്ലി മാതിരി തന്നെ ഒരു മോയ്സ്ചറൈസർ, അതാണ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ആൻഡ് ഞാൻ ഈ സ്കിൻ കെയർ റൂട്ടീൻസിനെ പറ്റിയൊക്കെ തപ്പാൻ തുടങ്ങിയത് 3rd ഇയറിലാണ്. പിന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന്, അതൊക്കെ അറിഞ്ഞത് ആ ഒരു ടൈമിലാണ്. അന്നേരം ഞാൻ മെലിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, മെലിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറിയതിന് ശേഷം വമ്പം പഠിത്തമായിരുന്നു. എൻ്റെ അമ്മോ, ഞാൻ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ജ്യോതിർഗമയ എന്ന് പറഞ്ഞിട്ട് വിമൽ ജ്യോതിയിലെ ഫസ്റ്റ് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ നമ്മൾ പേരൻസും കുട്ടികളും എല്ലാവരും പോയിട്ട് ഫ്രഷേഴ്സും ഉണ്ടാവും. പിന്നെ റാങ്ക് വാങ്ങിയ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞതാണ്, എനിക്ക് ഭയങ്കര ഡിറ്റർമിനേഷൻ തോന്നി. എന്താണ് പഠിക്കണം, മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിറ്റർമിനേഷൻ തോന്നിയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഞാൻ റാങ്ക് ഹോൾഡർ ആവും അമ്മേ. അന്നേരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ കൊല്ലം തന്നെ KTU യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനായിരുന്നു മാർക്ക് കൂടുതൽ കിട്ടിയവർക്കാണ് വണ്ടി പോകുന്നു വരുന്നു എന്താ ഇത്. അപ്പോൾ അവർ പോട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് ആയവരായിരുന്നു ഇങ്ങനെ റാങ്ക് വാങ്ങുന്ന പേരൻസ് വരുന്നത്, ചില ടീംസിൻ്റെ ഭർത്താവ് വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ട് ഞാൻ ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് അന്ന് അമ്മേനോട് പറഞ്ഞു, അമ്മേ ഞാനും വാങ്ങും അമ്മേ സാധനം, എന്തായിരുന്നു പ്രൈസ് വാങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നതാ. എന്നിട്ട് അത്ഭുതവശാൽ അത് നടന്നുപോയി. എൻ്റെ ദൈവമേ, അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫോട്ടോ കളഞ്ഞു പോയി. എൻ്റെ പണ്ടത്തെ ഫോണിലുണ്ടായി, ഇപ്പം അതെൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. എനിക്ക് ആക്ച്വലി ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു അത്. അമ്മേനെയും കൂട്ടി സ്റ്റേജിൽ പോയി അത് വാങ്ങുക എന്നുള്ളത്. സോ അതൊക്കെ അന്നേരം ഭയങ്കരമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് പഠിക്കും. എല്ലാ ദിവസവും രാത്രി വന്നിട്ട് എല്ലാം എന്തായിരുന്നു നമ്മുടെ മെക്കാനിക്കലായാലും നമ്മുടെ സിവിലായാലും എല്ലാം പഠിക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്കും കിട്ടാറുണ്ട്. ടച്ച് വുഡ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കിപ്പോൾ വില പിടുത്തില്ല. അപ്പോൾ പഠിച്ചുകൊണ്ടായിരിക്കും അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് പറയാം നമുക്ക്. സോ ആ സമയത്തും ഞാൻ മെലിഞ്ഞിട്ട് തന്നെ മെലിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. ആ സമയത്ത് ലൈക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയി, അങ്ങ് ഉള്ളിൽ കയറിപ്പോയി, കണ്ണിൻ്റെ അടിഭാഗം. ഇപ്പം കാണുമ്പോൾ എനിക്ക് അതിലാണ് തൊണ്ടീനെ മാതിരി തോന്നുന്നത്. ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു തരും. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ദ തിങ് ഈസ്, നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലേ, നമ്മളുടെ വിചാരം നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്കെന്തോ അന്നേരം കണ്ണാടി നോക്കിയിട്ടൊന്നും തിരിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മൾ 3rd ഇയർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു മതി, എനിക്ക് തടിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എനിക്ക് എന്നാ തിന്നണ്ടേ, എന്തെങ്കിലും വാങ്ങിത്താം. അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കുറേ തിന്നോ, എല്ലാം തിന്നോ, കിട്ടുന്ന എല്ലാം തിന്നോ എന്ന് പറഞ്ഞു. പിന്നെ അവരൊരു മെഡിസിൻ അല്ല തന്നത്, എൻഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലിൽ കലക്കി കുടിക്കേണ്ട സാധനം തന്നു. അപ്പോൾ ആ സാധനം അടിപൊളി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ വില ഭയങ്കര കൂടുതലാണ്. അമ്മ ഇത് വാങ്ങിത്തരണ്ടേ? പക്ഷെ അമ്മ ജെന്യുവനായിട്ട് എനിക്കൊരു 6 മാസം വരെ വാങ്ങി തന്നിട്ടുണ്ട് ഈ സംഭവം. അമ്മൻ്റെ കുറേ പൈസ അങ്ങനെ പോയി. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം അത് വാങ്ങി കുടിക്കാൻ ഞാൻ രാവിലെ 2 ടീ അതിൻ്റെ ആ സ്പൂണിൽ എടുത്തിട്ട് പാലിലൊഴിച്ച് കുടിക്കും. വൈകുന്നേരവും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്തിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് അത് മാത്രമല്ല ഞാൻ ചെയ്യുന്നുണ്ടായ, അമ്മ യോഗ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു.
നമുക്ക് എന്തോ ബാക്കിലെ സ്പൈനിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കാണിക്കാൻ യോഗ ക്ലാസ്സിൽ പോയി. അപ്പോൾ അവിടുന്ന് അമ്മ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി വയ്ക്കാൻ കൂടെ യോഗ ഉണ്ട് അത്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തടി വയ്ക്കാൻ മാത്രമായിട്ടുള്ളൊരു 3-4 യോഗ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനിപ്പോൾ അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് അമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടും, അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്തിട്ട് ഒരു കമൻറ്റെങ്കിലും ഇടും. അപ്പോൾ ആ യോഗ ഞാൻ എപ്പോഴും കോളേജിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ. വന്ന പാടെ യോഗ ചെയ്യും, ഒരു 1/2 hour 45 minutes ആ യോഗ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്ക്വാട്ടിങ്, നോർമലായിട്ടുള്ള എക്സസൈസസും കൂടെ ചെയ്യും. നമുക്ക് ഏത് ഏരിയ ആണോ കുറച്ച് നല്ല പ്ലംപി ആയിട്ട് കിടക്കേണ്ട ആ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കൂടെ ചെയ്യാൻ തുടങ്ങി. ഗ്യാസ് കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു, ഗ്യാസിൻ്റെ സിലിണ്ടർ കുറ്റി. എനിവേസ്, നമുക്ക് ബാക്ക് ടു ടോപ്പിക് വരാം. എന്നിട്ട് ഞാൻ ആ യോഗ 3-4 യോഗ ഉണ്ടായിരുന്നു. ഈവൻ യോഗയിലില്ലേ ഹൈറ്റ് വെക്കാനുള്ള യോഗ, അങ്ങനെ പലതുണ്ട്. ഞാൻ ഹൈറ്റ് വെക്കാനുള്ള യോഗ ചെയ്തിട്ടില്ല, പക്ഷേ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ല, ഞാൻ പറഞ്ഞിരുന്ന. എന്നിട്ട് ഞാൻ ഇത് കുടിക്കലും യോഗ ആൻഡ് പ്ലസ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അതും എല്ലാം കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെയിറ്റ് 45 ആയിരുന്നു അന്നേരം എൻ്റെ വെയിറ്റ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇല്ല, ചിലപ്പോൾ 43ലേക്ക് പോവും. പിന്നെ എൻ്റെ പേടി ഉണ്ടായി 41 ആയി, 40 ആയി. പിന്നെ ആദ്യം കുറയുമെന്നായിരുന്നു പേടി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല ഒരൊറ്റ വിചാരമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. 45 തന്നെ ഇങ്ങനെ നിന്നു. അപ്പോൾ 45-ൽ ഇങ്ങനെ ലൈൻ, ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോവാണ്. 45-ൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണി കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മളുടെ ബോഡി ടൈപ്പാണോ എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെയാണ് എനിക്കൊരു ആഗ്രഹം വന്നത് ജിമ്മിൽ പോയി നോക്കണം എന്നുള്ളത്. ജിമ്മിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം വ്യത്യാസം വരുമായിരിക്കും എന്നുള്ള എന്തോ ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്. പിന്നെ തടി വെക്കണം എന്ന് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഭയങ്കര പൊണ്ണത്തടി വെക്കണം എന്നല്ല പറഞ്ഞത്, നോർമൽ ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഹ്യൂമന് വേണ്ട ഒരു തടി വേണം. ഓക്കെ, അത് വിചാരിച്ചു. ജിമ്മ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്കെല്ലാം നടന്നത് ഇൻ ദ സെൻസ് ജിമ്മിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാകാൻ തുടങ്ങി. ബിക്കോസ് അവിടുത്തെ ഓരോ മെഷീനിൽ ചെയ്യാനായാലും അതിൻ്റെ വെയ്റ്റ്സ് എടുക്കാനായാലും വേദന എടുക്കുമെങ്കിലും ഭയങ്കര ഒരു മോട്ടിവേറ്റഡ്. പിന്നെ ഫസ്റ്റ് തന്നെ ജിമ്മിൽ പോയതിനു ശേഷം എൻ്റെ കൈയൊക്കെ ഫുൾ സ്വോളനായി മാറി. ആ ഭാഗം സ്വോളനായിട്ട് തടിച്ചെടുക്കുക. അന്നേരം ഞാൻ ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ഇങ്ങനെ തന്നെ സ്വോളനാണോ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ തടി വെച്ച മാതിരി തോന്നിക്കുന്ന മാതിരിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങി, നിൻ്റെ കൈയൊക്കെ വണ്ണം വെച്ചിട്ടുണ്ട്, തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ബിക്കോസ് നമ്മൾ അത്രയും ചെയ്തിട്ട് നമുക്കത് കിട്ടും, അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നും. ആൻഡ് എൻ്റെ വെയിറ്റ് 45-ന്ന് നേരെ പോയത് 50-ലേക്കാണ്. 5 കിലോ ജസ്റ്റ് 2 months ആണ് കേട്ടോ ഞാൻ പോയിട്ടില്ല. ബിക്കോസ് എനിക്ക് കോളേജും ജിമ്മും കൂടെ ഒരുമിച്ച് പോകില്ല. ബിക്കോസ് കോളേജിനെ ഭയങ്കര ദൂരെയാണ്. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ജിമ്മിൽ പോകുക അല്ലെങ്കിൽ രാവിലെ പോകുക, ആ പരിപാടി എനിക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച 2 മാസം ജിമ്മിൽ പോയി നോക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കി വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ 2 മാസം ജിമ്മിൽ പോയിട്ട് ഞാൻ 50 kgs ആയി. ദൈവമേ, 50 എന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ സ്വപ്നം കാണുന്ന പോലെയായിരുന്നു. 50 കിലോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയായിട്ട് പിന്നെ എനിക്ക് ജിമ്മിൽ പോലെ നിർത്തേണ്ടി വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, യോഗ ചെയ്ത് അതിന് പകരം ഞാൻ എക്സസൈസ് തന്നെ ചെയ്യാൻ തുടങ്ങി. ഫുഡ് നല്ലോണം തട്ടിക്കയറ്റാൻ തുടങ്ങി. പിന്നെ കുറേ എന്തൊക്കെയോ ജിമ്മിലത്തെ ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞുതരാറുണ്ട് കുറേ തിന്നേണ്ട സാധനങ്ങൾ. അതൊക്കെ തിന്നു. നേന്ത്രപ്പഴം 4 മുട്ടയൊക്കെ ആയിരുന്നു. 4 തിന്നില്ല. ബിക്കോസ് വീട്ടിൽ 4 തിന്നു കഴിഞ്ഞാൽ എന്നെ അർത്ഥം. അതുകൊണ്ട് അതൊന്നും തിന്നില്ല. പക്ഷെ നല്ലോണം ഫുഡ്, ലൈക്ക് ചോറിൻ്റെ ക്വാണ്ടിറ്റി ആയാലും ഫുഡ് രാവിലെ കഴിക്കുന്നതായാലും. ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ രാവിലെ 1/2 ദോശ കഴിച്ചിട്ടാണ് പോകാറ്. അത്രയ്ക്കും ലൈക്ക് രാവിലെ എനിക്കത് ഫുഡ് കയറാത്ത മാതിരിയാണ് തോന്നുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ പക്ഷെ എൻ്റെ ടിഫിൻ ബോക്സൊക്കെ നല്ലോണം ഫുള്ളി ചോറും മീൻപൊരി, മീൻകറിയും, സാമ്പാറും, ഞണ്ടറിയും അടിപൊളിയായിരുന്നു. അതിൻ്റെ മുകളിൽ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാകുമല്ലേ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ ആയിരുന്നു, നല്ല ഫുഡിങ് ആയിരുന്നു. പക്ഷെ ഇതായിരുന്നു കുഴപ്പം, തടി വെക്കൂല എന്നുള്ളത്. പിന്നെ ഞാൻ ജിമ്മിൽ പോയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, കൈയിൻ്റെ ഏരിയാസ് അതൊക്കെ നല്ലോണം ടോണ്ടായി. കാലിൻ്റെ ആയാലും പിന്നെ ബാക്കിലുള്ള ഏരിയാസ് എല്ലാം നല്ല ടോൺഡ് ഔട്ടായിട്ട് നിൽക്കാൻ തുടങ്ങി. ആൻഡ് പിന്നെ നമ്മളുടെ കവിളൊക്കെ വരാൻ തുടങ്ങി. ആക്ച്വലി അവിടെ തടിച്ചവർ പോയിട്ട് കവിളൊക്കെ കുറക്കാനുള്ള എക്സസൈസ് നോക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ജിമ്മിലെ ഇൻസ്ട്രക്ടർ പറഞ്ഞത്, ഇടയ്ക്ക് നീ വെള്ളം കുടിക്കാൻ പോയില്ലേ, കുറച്ചൊരു ഷോർട്ട്
ബ്രേക്ക് മാതിരി എടുക്കുമ്പോൾ വെള്ളം കുറേ സമയം അറിഞ്ഞു നിന്നോ, അന്നേരം കവിള് വരും. ആൽമണ്ട് ഓയിൽ തേച്ച് നോക്ക്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടായതാണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു കോലത്തിലേക്കായി മാറി, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ. എന്നിട്ട് പിന്നെ എന്താ ഞാൻ ചെയ്തത്, പിന്നെ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന പ്രോസസ്സ് തുടങ്ങി. ബിക്കോസ് എനിക്ക് ഒരു രീതിയിൽ 50 താവാനില്ല, ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പെങ്കിലും ആയിട്ടൊക്കെ പോവലില്ല എന്നല്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം ആ സമയത്ത്. എന്നിട്ട് പിന്നെ എൻജിനീയറിങ് എൻഡ് ആവാനായി. അത്ര ഭയങ്കര ഈ ഇപ്പോഴുള്ള കോലത്തിലുള്ള തടിയൊന്നുമില്ല, ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം വന്നതാണ്. പിന്നെ ജിമ്മിൽ പോയതിന് ശേഷം എനിക്ക് ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വരാൻ തുടങ്ങി. എൻ്റെ പൊന്നോ, പണ്ട് അവിടെ വയറില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തൊടുന്നവർ ഇപ്പം വയറ് നിനക്കും വയറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പറയാൻ തുടങ്ങി. പക്ഷെ അന്നേരം അവർക്കൊക്കെ പണ്ട് ഈ വയറൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കത് ലൈക്ക് വയറ് കുറക്കണം എന്നുണ്ട്. എനിക്ക് വയറ് വന്നപ്പോൾ വയറോ എനിക്കോ, അതവിടെ തന്നെ കിടക്കട്ടെ, എനിക്ക് അതിനോട് ഇഷ്ടമാണ് തോന്നിയത്. അല്ലാണ്ട് അയ്യേ വയറ് വന്നു എന്നില്ല മാതിരത്തെ ഒരു ഫീലിംഗും ഉണ്ടായിട്ടില്ല. ബിക്കോസ് കുറേ കാലത്തിന് ശേഷമാണ് അവിടെ ഒരു വയറ് മാതിരിക്ക് ഞാൻ കാണുന്നത്. അങ്ങനെയായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞു. അന്നേരം ഞാൻ 50 തന്നെ ഉണ്ടായേ. 50 to 53 റേറ്റിൽ വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 53 എത്തുന്നില്ലെങ്കിൽ അതിനിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കൂല നമ്മൾ, അതേമാതിരി. ഞാൻ മൈസൂരേക്ക് പോയിട്ട് അവിടുന്ന് ഉഗ്ര ഫുഡടി. ഫുഡടി അവിടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡ്, അപ്പുറത്ത് ഫുഡ്, എല്ലാ ഫുഡാണല്ലോ. ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതില്ല. ഐസ്ക്രീംസ് നല്ലോണം. പിന്നെ വേണ്ടതൊക്കെ കഴിക്കാറുണ്ട്. ചാട്സ്, രാവിലെ തന്നെ 2 മസാല ദോശയൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇത് നിനക്ക് തന്നെയാണോ, ഞാൻ 2 പ്ലേറ്റും കൊണ്ടുവരും കേട്ടേ, വേറെ ആർക്കെങ്കിലും എടുത്തിട്ട് വരുന്നതെന്നാണ് വിചാരിക്കുക. പക്ഷെ ഞാൻ എനിക്ക് തിന്നാനത് വാങ്ങിയിട്ട് വരുന്നത്. അങ്ങനെ നല്ലോണം കഴിക്കാറുണ്ട്. മൈസൂരിൽ പോയിട്ട് 2 മാസം 2.5 മാസമായിട്ടേ നിൽക്കാൻ പറ്റിയുള്ളൂ. അതിന് ശേഷം നമ്മുടെ ലോക്ക്ഡൗൺ വന്നു, ഇങ്ങോട്ട് വന്നു. അന്നേരം എൻ്റെ വെയിറ്റ് 50-51 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായേ. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് എല്ലാവരും വന്നില്ലേ, പെട്ടിയൊക്കെ കെട്ടി വെച്ചിട്ട് വന്നിട്ടാണ് ഈ ഒരു കോലത്തിലേക്കായി മാറിയത്. ഇവിടെ വന്നിട്ട് ഇവിടുന്നും നല്ലോണം ഫുഡ്. എന്നിട്ട് ഫുഡ് നല്ലോണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ലോണം വെയിറ്റും അതൊക്കെ വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ ഏജ് കുറച്ചായില്ലേ എന്ന് പറഞ്ഞാൽ തൊണ്ടേന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഏജൊക്കെ ആകുമ്പോൾ ആയിരിക്കും ചിലപ്പം നമ്മളെപ്പോലെ മെറ്റബോളിസം റേറ്റ് കൂടുതലുള്ളവർക്ക് കുറച്ചൊരു തിക്ക് അല്ലെങ്കിൽ ഫാറ്റ് വരുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ ഏജിനനുസരിച്ച് എന്തായാലും വരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് വരും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫുഡ് നല്ലോണം ലൈക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള മാതിരിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ വാരിക്കോരി തിന്നുക, നേന്ത്രപ്പഴം, മുട്ട, പാൽ ഇതൊക്കെ കഴിക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അന്നേരം കിട്ടിയിട്ടില്ല നമുക്ക്, ബിക്കോസ് ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയാണ്. പിന്നെ ഞാൻ എന്താ കഴിച്ചേ ഇതന്നെ എനിക്ക്. പിന്നെ ഞാൻ പൊട്ടറ്റോ നല്ലോണം കഴിക്കും. പൊട്ടറ്റോ അന്നേരം പുഴുങ്ങിയിട്ടൊക്കെ തിന്നാറുണ്ട്. പിന്നെ അങ്ങനെ ചിക്കൻ ആയാലും എല്ലാ സാധനവും നമുക്ക് കഴിക്കാമല്ലോ, നമ്മൾ പോലെ ഉള്ളവർക്ക്. അങ്ങനത്തെ ഒക്കെ കഴിക്കാറുണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ മുട്ട റോ ആയിട്ട് അതൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ല. സോ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിൽ കിട്ടുന്ന എല്ലാം എക്സസൈസും കഴിക്കുക. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വ്യത്യാസം വരും. നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി അത്രയൊന്നും എംബ്രേസ് ചെയ്ത് പറയാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ യോഗ, ആ എക്സസൈസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിരുന്നു. ബോഡി നല്ല ഇതായിട്ടും. പിന്നെ ജിമ്മിൽ പോയതിന് ശേഷം എനിക്ക് ശരിക്കും കൈക്ക് മസിലൊക്കെ വരാൻ തുടങ്ങി. അന്നേരം ടോപ്പ് ലെവൽ ഫീലിംഗ് ആണ്. മസിലൊക്കെ വന്ന് ഷർട്ടിൻ്റെ ഇതൊക്കെ നല്ല ടൈറ്റായി എല്ലാവരും പിടിച്ചു നോക്കുമ്പോൾ ഫുൾ ഉണ്ട മാതിരിയൊക്കെ ആയിട്ട്. ഇപ്പില്ല, പക്ഷെ അന്നേരം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്. ഇപ്പോഴും അത്ര ഭയങ്കര തടിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആവശ്യത്തിനുണ്ട് എന്നാണ് എനിക്കിപ്പം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ബോഡി വെച്ചിട്ടായാലും എൻ്റെ എല്ലാം വെച്ചിട്ട് എനിക്കൊരു നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഭയങ്കര തടീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് എന്തായാലും പ്രിട്ടി ആയിട്ട് നമ്മൾക്ക് ഫിറ്റായിട്ട് തോന്നണം, അത്രേ വേണ്ടൂ. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി എന്നില്ല ആ ഒരു തോട്ട് കൊണ്ട് ഭയങ്കര ലോ ഡിപ്രസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആവേണ്ട സമയം അങ്ങ് വരും. ഓക്കെ, അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അതാണ്.
പിന്നെ ഞാൻ പറഞ്ഞ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേറെ പറയാനുള്ളത് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആ യോഗ അതിനെ പറ്റിയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പറയാം. എനിക്കിപ്പോൾ പേരുകൾ അത്ര ഓർമ്മയില്ല. അതെന്ന് വിചാരിച്ച് യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും ശവാസനത്തിൽ കിടക്കരുത്, ചെയ്യേണ്ടതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്താ പറയണ്ടേ, ഇതന്നെയായിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാനുള്ളത്. വേറെ ഞാൻ കൂടുതലായിട്ടൊന്നും എംബെഡ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ടാൻ ആയതും ഭയങ്കരമായിട്ട് മെലിഞ്ഞ് കൊള്ളി കഷ്ണം പോലെ ആയതിൻ്റെ ഒക്കെ റീസൺ തോന്നുന്നു. പിന്നെ ഒന്നും കഴിക്കലില്ല, ഭയങ്കര ലിമിറ്റഡായിട്ടാണ് കഴിക്കൽ. പിന്നെ എൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. പിന്നെ എല്ലാവർക്കും വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ടുള്ള വീഡിയോ ഇട്ടത്. എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മളുടെ ഫാമിലിയെ വളർത്തി വലുതാക്കണം. നമ്മൾക്ക് എവിടെയും എത്തിയിട്ടില്ല, കുറേ ലോങ് ജേർണിയാണ് നിങ്ങളുടെ കൂടെ പോകാനുള്ളത്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഈ ചാനലിനെ പറ്റിയിട്ട്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സപ്പോർട്ട് നിങ്ങളുടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും വേറെ ഒരു നല്ല വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until next time, this is me, Abhina, signing off. Bye. Love you all. Mwah.